ശ്രീ എം ജയചന്ദ്രൻ, അങ്ങനെ സേനാപതി വേണു ആശ്വസിക്കുന്നത് പോലെ ഈ 15 സിറ്റിംഗ് എംപിമാർക്ക് ആശ്വസിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടോ ഇവിടെ? നീലും ഇതില് ചില പ്രശ്നങ്ങൾ ഉള്ളത് ഇപ്പോ പിന്നെ ഈ പറഞ്ഞ നീലിമ പറഞ്ഞ ഇപ്പോ നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ സേനാപതി വേണുവിനോട് ചോദിച്ച ഈ സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ടുണ്ടല്ലോ. അതിനു മുമ്പ് സുനിൽ കനഗോലു എന്ന് പറയുന്ന വ്യക്തി പിന്നെ 2014 മോദിക്ക് വേണ്ടി പ്രധാനമന്ത്രി ആയിട്ട് ആദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി PR വർക്ക് ചെയ്ത ടീമിന്റെ നേതാവ് പിന്നെ പ്രശാന്ത് കിഷോർ ആയിരുന്നു. ആ ടീമിലുണ്ടായിരുന്ന ആളാണ് ഈ കനഗോലു. അത് കഴിഞ്ഞ് പിന്നീട് പ്രശാന്ത് കിഷോറും സുനിൽ കനഗോലും എല്ലാം അവിടുന്ന് പോരുന്നുണ്ട് 2 വർഷം കഴിയുമ്പോൾ. ഇപ്പോൾ അദ്ദേഹം പിന്നെ നമ്മുടെ കർണാടക മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ അഡ്വൈസറും ക്യാബിനറ്റ് റാങ്ക് ഉള്ള വ്യക്തിയുമാണ്. അദ്ദേഹമാണ് തെലങ്കാനയുടെ വിജയത്തിന്റെയും ശില്പിയായിട്ട് നിന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് എന്ന് പറഞ്ഞാൽ സുപ്രീം കമാൻഡ്, അങ്ങനത്തെ കമാൻഡ് ഉണ്ട്. അതില് പിന്നെ സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, സുനിൽ കനഗോലു തുടങ്ങിയവരാണ് ഉൾപ്പെടുന്നതെന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. അപ്പോ സുനിൽ കനഗോലു പ്രധാനമായിട്ടും മാവേലിക്കര, പത്തനംതിട്ട, തൃശ്ശൂര്, കോഴിക്കോട്, കണ്ണൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പോരാ എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ട് പിന്നെ അങ്ങനെ റിപ്പോർട്ടുണ്ട് എന്ന് പറയാതെ പറയുന്നുണ്ട് ശ്രീ നമ്മുടെ സേനാപതി വേണു. അത് സമ്മതിക്കാൻ കഴിയില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഹൈക്കമാൻഡിന്റെ അഭിപ്രായമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം സുനിൽ കനഗോലു എന്ന് പറയുന്നത് വെറും ഒരു പോസ്റ്റ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് കണ്ടുകൂടാ. അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ ഞാനീ പറഞ്ഞ സുപ്രീം കമാൻഡിന്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നത്. അതിൽ P. ചിദംബരം, മുകുൾ വാസനിക്കും ഒക്കെ വേറൊരു പ്രചാരണ സമിതിയുമായി ബന്ധപ്പെട്ട് വേറൊരു കമ്മിറ്റിയിലുമുണ്ട്. അത് മറ്റൊരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള തർക്കങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതും തീരുമാനിക്കപ്പെടാതിരിക്കുന്നതും കളത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ ഇനിയും കഴിയാത്തതുമായൊരു നില കോൺഗ്രസിന് ഉള്ളത്. UDFന്റെ മറ്റ് സീറ്റുകളിൽ കൊല്ലവും കോട്ടയവും പൊന്നാനിയും മലപ്പുറവും പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണല്ലോ. ബാക്കി 16 സീറ്റുകളാണല്ലോ പ്രഖ്യാപിക്കേണ്ടത്. ആ സീറ്റുകൾക്ക് ഇപ്പോഴും തർക്കത്തിൽ നിൽക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഈ കനഗോലു ഫാക്ടർ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് മാത്രമല്ല ശ്രീ എം ജയചന്ദ്രൻ, മറ്റൊന്നും കൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. വയനാട്, ആലപ്പുഴ, കണ്ണൂർ സീറ്റുകളെ ചൊല്ലിയുള്ള വലിയ തർക്കം, ഈ മറ്റേ ബിഗ് നെയിംസ് ഈ മണ്ഡലങ്ങളിലേക്ക് വരുമോ എന്നുള്ള വലിയ ആകാംക്ഷയും തർക്കവും ഇപ്പോഴും കോൺഗ്രസിനെ വിട്ടുമാറിയിട്ടില്ല എന്ന് വേണം പറയാൻ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ എത്തുമോ എന്നുള്ള സന്ദേഹം ബാക്കി നിൽക്കുന്നു. കണ്ണൂരിൽ K. സുധാകരൻ. യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണേണ്ട 3 വ്യക്തികളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു ദുർഘട സ്ഥിതിയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് വേണ്ടേ കരുതാൻ? അല്ല, അത് തന്നെ പറയുമ്പോ ശ്രീ സേനാപതി വേണു മുമ്പേ സംസാരിച്ചപ്പോ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് MPമാരുടെ പ്രത്യേകിച്ചും UDFന്റെ കൂടെ ചേർത്ത് പറഞ്ഞു, കൊല്ലം കൂടെ ചേർത്ത് പറഞ്ഞു, അവരുടെ പെർഫോമൻസിനെ കുറിച്ച് അദ്ദേഹം 1-2 വാചകങ്ങൾ പറഞ്ഞു. ശ്രദ്ധേയമായൊരു സംഗതി ഞാൻ അതിൽ കണ്ടത്, അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അതാണ്. ദേശീയ നേതാവല്ലേ, ഭൂരിപക്ഷം കിട്ടിയ പ്രധാനമന്ത്രിയാകേണ്ട വ്യക്തിയല്ലേ, വയനാടിന്റെ പ്രതിനിധിയല്ലേ, എന്തുകൊണ്ടാണ് ശ്രീ സേനാപതി വേണു കേരളത്തിലെ ലോക്സഭാംഗങ്ങളുടെ പെർഫോമൻസ്, UDFന്റെ MPമാരുടെ പെർഫോമൻസ് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഒഴിവാക്കപ്പെടുന്നത്? അദ്ദേഹം തന്നെ മറുപടി പറയേണ്ടതാണ് കേട്ടോ. ഞാനത് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു വസ്തുത അതായത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ KC വേണുഗോപാലിന്റെ കാര്യം, സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ അദ്ദേഹം കോൺഗ്രസ് MP ആണ് രാജ്യസഭയുടെ. ആ വ്യക്തിക്ക് കേരളത്തിൽ വന്ന് ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചാൽ ഉണ്ടാവുന്ന ഒരു വലിയ റിസ്ക് ഫാക്ടർ ഉണ്ട്. അദ്ദേഹത്തിന് ജയസാധ്യതയല്ല റിസ്ക് ഫാക്ടർ. കോൺഗ്രസിനെ ഇന്ത്യയിൽ മുഴുവനും സംഘടനാപരമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നയിക്കേണ്ട ചുമതലയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്, കോൺഗ്രസ് പ്രസിഡന്റിനേക്കാളും പ്രധാനപ്പെട്ട വ്യക്തിയാണ് കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ആ വ്യക്തി ഒരു മത്സരത്തിന് ആലപ്പുഴയോ വയനാടോ തെരഞ്ഞെടുക്കുമെന്ന് ഇപ്പോഴത്തെ നിലയിൽ കരുതുക അസംബന്ധമാണെന്ന് ഞാൻ പറയൂ. ഞാൻ അങ്ങനെ കരുതൂ. അതിന് അത്ര വലിയ ഭാരിച്ച ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഉള്ളത്. അതല്ലെങ്കിൽ ഈ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് മത്സരിക്കാനാണെങ്കിൽ ഓക്കെ. പക്ഷെ അതിന് ആവശ്യമില്ല. ഇപ്പൊ അദ്ദേഹം നമ്മൾ നോക്കുമ്പോൾ
കാരണം ഇപ്പൊ MP ആണല്ലോ. ഇൻ കേസ് ഇപ്പൊ മോദി തന്നെ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു നടക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ഇനി ഇൻ കേസ് വന്നാൽ പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും കെ.സി. വേണുഗോപാലിന് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാവുന്നതിന് രാജ്യസഭാ അംഗം എന്ന നിലയിൽ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് അതിനുള്ള അർഹതയുണ്ട്. അതൊക്കെ കൂടെ പരിഗണിക്കുമ്പോൾ കെ.സി. വേണുഗോപാൽ വരും എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രായോഗികമായിട്ട് ശരിയല്ല എന്ന് മാത്രമല്ല, അസംബന്ധമാണെന്നും കൂടി എനിക്ക് തോന്നുന്നത്. അതുപോലെ കെ.സി. വേണുഗോപാലിന്റെ കാര്യത്തിൽ ശ്രീ ജയേന്ദ്രൻ, കെ.സി. വേണുഗോപാലിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നാണല്ലോ. ഇനി പക്ഷേ രാജസ്ഥാനിൽ നിന്നും അഥവാ അവിടെ ഇവിടെ മത്സരിച്ച് ജയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആ രാജ്യസഭാ സീറ്റ് തിരികെ കിട്ടൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അസാധ്യമാണ്. അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ കൂടി കെ.സി. വേണുഗോപാലിന്റെ കാര്യത്തിലുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതങ്ങ് തുറന്നു പറഞ്ഞാൽ തീരുന്ന പ്രതിസന്ധിയല്ലേ ഇത്? അല്ല, ഇത് PR വർക്കാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഇവരിങ്ങനെ വരുന്നു എന്ന് പറഞ്ഞ് PR വർക്ക് ചെയ്യിക്കുകയാണല്ലോ. ഈ PR വർക്ക് ചെയ്യുന്നതിലൂടെ മറ്റ് പലർക്കുള്ള സാധ്യതകൾ അടക്കുകയാണെന്ന് വാസ്തവത്തിൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ താല്പര്യപ്പെടുന്ന എത്രയോ പേരുണ്ട്. ആർക്കാണ് അറിയാത്തത്? എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാര്യം ഞാൻ ആലപ്പുഴ സ്വദേശിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണയുള്ളതുകൊണ്ട് ഞാൻ പറയുക. എത്രയോ പേരുടെ സാധ്യതകളാണ് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത്. അതുപോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്ന കാര്യം അങ്ങേയറ്റത്തെ സംശയാസ്പദമായ ഒരു കാര്യമായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഈ ഇന്ത്യ കോർഡിനേഷനിൽ CPIM അത് കമ്മിറ്റിയിലില്ല. പക്ഷെ CPI ഉണ്ട്. ആ CPIയുടെ ദേശീയ നേതാവായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ആനി രാജയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി കോൺഗ്രസിന് നേതാവായ രാഹുൽ ഗാന്ധി BJPയെ നേരിട്ട് ഏറ്റുകൊണ്ടുന്ന ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി മത്സരിക്കണമോ, അതോ സ്വന്തം ഇന്ത്യ മുന്നണിയിൽപ്പെട്ട അതിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആനി രാജയോട് പോയി മത്സരിക്കണമോ? ഈ ഒരു ആന്തരികമായൊരു പ്രശ്നം വല്ലാതെ അലട്ടുന്നുണ്ട് അവിടെ അദ്ദേഹത്തിന് എന്നാണ് ഞാൻ പൊതുവിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരാനുള്ള ചാൻസ് ഇപ്പോഴും അങ്ങോട്ട് തുറന്നിട്ടില്ല. വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എന്നാൽ അങ്ങോട്ട് ഓപ്പൺ ആയിട്ടില്ല പൂർണ്ണമായിട്ട് ഈ ഒരു ഘടകം കാരണം. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കുകയാണ്. അതൊക്കെ കൂടെ നിൽക്കുമ്പോഴേക്ക് കോൺഗ്രസ് ഒരു ഡിലമയിലാകുന്നത് ഇതൊക്കെ കൊണ്ടാണ്. അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്? LDFന് മുഴുവൻ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യാൻ കഴിഞ്ഞു. അവരെല്ലാവരും വളരെ ഗംഭീരമായി തന്നെ മണ്ഡലങ്ങളിൽ പെർഫോം ചെയ്തു തുടങ്ങി.